ഹായ് ഡേ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഡെനു ഹണി റോസ്. എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ക്രീമും അതുപോലെ തന്നെ സിറവും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്, അതുപോലെ തന്നെ ഡിഫറെൻറ്റ് സ്കിന്നിന് യൂസ് ചെയ്യാൻ പറ്റുന്ന ഫേസ് സിറം ഏതൊക്കെയാണ്, ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ നമ്മുടെ ചാനൽ ഫസ്റ്റ് ടൈമാണ് കാണുന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. അതുപോലെ തന്നെ സൈഡിലൊരു ബെൽ ബട്ടൺ ഉണ്ട്, അതുകൂടി ഒന്ന് പ്രസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എന്തായാലും നമ്മുടെ ഇന്നത്തെ സബ്ജക്റ്റ് എന്ന് പറയുന്നത് ക്രീമും സിറം, ഇത് തമ്മിലുള്ള ഡിഫറൻസ് ആണ്. അതിൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് സിറം. ഞാൻ പറയാം. സിറം എന്ന് പറയുന്നത് ഒരു ലൈറ്റ് വെയ്റ്റ് ലിക്വിഡ് ഫോർമുലേഷൻ ആണ് സിറം എന്ന് പറയുന്നത്. മാത്രമല്ല അതിൽ വാട്ടർ കണ്ടന്റും കൂടി അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് ഓൾ സ്കിന്നിന്, അതായത് എനി സ്കിന്നിന് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് ഫേസ് സിറം എന്ന് പറയുന്നത്. മാത്രമല്ല ഓയിലി സ്കിന്നിന് നമുക്ക് യൂസ് ചെയ്യാം. ഓയിലി സ്കിൻ, എസ്പെഷ്യലി ഓയിലി സ്കിന്നിന് ബെറ്റർ ആണ് ഈ ഫേസ് സിറം എന്ന് പറയുന്നത്. നെക്സ്റ്റ് എന്ന് പറയുന്നത് ക്രീമാണ്. ക്രീം എന്ന് പറയുന്നത് ഒരു തിക്കർ മോയ്സ്ചർ കിട്ടുന്ന ഒരു ഫോർമുലേഷൻ അടങ്ങിയ ഒന്നാണ് ക്രീം എന്ന് പറയുന്നത്. അപ്പൊ ക്രീമിൽ കുറച്ചധികം ഓയിൽ കണ്ടന്റ് അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് ഡ്രൈ സ്കിന്നിന് കുറച്ചുകൂടി ബെറ്റർ ആണ് ഈ ക്രീം യൂസ് ചെയ്യുന്നത്. പിന്നെ കുറച്ചധികം പേരുടെ മനസ്സിൽ കുറച്ച് ചിന്താഗതികളുണ്ട്, സിറമാണ് ഏറ്റവും ബെറ്റർ ആയിട്ട് നമ്മുടെ സ്കിന്നിൽ വർക്ക് ചെയ്യുന്നു എന്നുള്ളത്. അതായത് ഹൈ കോൺസെൻട്രേറ്റ് ആയിട്ട് ഫാസ്റ്റായി സ്കിന്നിൽ വർക്ക് ചെയ്യുന്നത് സിറമാണ് എന്നുള്ളൊരു തെറ്റിദ്ധാരണ പലരുടെയും മനസ്സിലുണ്ട്. അതേസമയം ക്രീം പതിയെ വർക്ക് ആകത്തുള്ളൂ എന്നൊരു ചിന്താഗതി ഉണ്ട്. എന്നാൽ അത് തെറ്റാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കഴിഞ്ഞ ദിവസം ഞാനൊരു എക്സാമ്പിൾ, കഴിഞ്ഞ ദിവസം ഞാനൊരു റെറ്റിനോളിൻ്റെ ക്രീമിൻ്റെ കുറിച്ചുള്ള വീഡിയോ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൽ 0.1%, 0.2%, 0.3% ഒക്കെ അടങ്ങിയിട്ടുള്ള റെറ്റിനോൾ നമുക്ക് അവൈലബിൾ ആണ് എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിപ്പോൾ നമ്മളിപ്പോൾ ഫേസ് സിറം യൂസ് ചെയ്യുന്നതായാലും അതുപോലെ തന്നെ ക്രീമിലായിരുന്നാലും 0.1% സിറത്തിൽ എങ്ങനെയാണോ അടങ്ങിയിരിക്കുന്നത് അതേ സെയിം കണ്ടന്റ് തന്നെയാണ് 0.1% നമ്മുടെ ക്രീമിലും അടങ്ങിയിട്ടുള്ളത്. ഇപ്പോൾ ഹൈലറോണിക് ആസിഡ്, നിയാസിനമൈഡ്, ലാക്റ്റിക് ആസിഡ്, ഇങ്ങനെയുള്ള കണ്ടന്റ് അടങ്ങിയിട്ടുള്ളതെല്ലാം നമ്മുടെ ഫേസ് സിറത്തിൽ എങ്ങനെയാണോ അടങ്ങിയിരിക്കുന്നത് അതേ ഈക്വലിൽ തന്നെയായിരിക്കും ക്രീമിലും അടങ്ങിയിട്ടുള്ളത്. നമുക്കിടയിലുള്ള മനുഷ്യരെല്ലാം വെറൈറ്റി ക്യാരക്ടറുള്ള ആൾക്കാരല്ലേ. അപ്പോൾ അതുപോലെ തന്നെയാണ് നമ്മുടെ സ്കിന്നും പലർക്കും ഡിഫറെൻ്റ് ആണ് വരുന്നത്. അതുപോലെ തന്നെ അപ്പോൾ നമ്മുടെ സ്കിന്നിന് മാച്ചാവുന്ന ലെവലിലുള്ള ഫേസ് സിറവും അതുപോലെ തന്നെ ക്രീമും ഒക്കെ നമുക്ക് ഏതാണ് ബെറ്റർ എന്ന് നോക്കിയിട്ട് വേണം നമ്മൾ എപ്പോഴും ചൂസ് ചെയ്യാനായിട്ട്. അപ്പോൾ ഇനി ഫേസ് സിറവും അതുപോലെ തന്നെ ക്രീമും തമ്മിലുള്ള ഡിഫറൻസ് ഇനി ആർക്കും ഒരു സംശയം വേണ്ട. അപ്പോൾ നമുക്ക് രണ്ടും യൂസ് ചെയ്യാം, പക്ഷെ അവരവരുടെ സ്കിന്നിന് മാച്ചാവുന്ന ലെവലിൽ ഏതാണോ ബെറ്റർ എന്ന് നമ്മൾ നോക്കിയതിന് ശേഷം വേണം നമ്മളത് ചൂസ് ചെയ്യാനായിട്ട്. ഡിഫറെന്റ് സ്കിന്നിൽ യൂസ് ചെയ്യുന്ന ഫേസ് സിറം ഏതൊക്കെയാണ് എന്ന് നോക്കാം. അതിൽ ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ ഓയിലി സ്കിന്നാണ്. ഓയിലി സ്കിന്നിന് ആക്നെ പ്രോൺ സ്കിന്നാണ് വരുന്നത്. അപ്പോൾ അങ്ങനെയുള്ള സ്കിന്നിന് യൂസ് ചെയ്യാൻ പറ്റുന്ന സിറംസ് ഏതൊക്കെയാണെന്ന് നോക്കാം. അതിൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് നിയാസിനമൈഡ് ആണ്. സെക്കൻഡ് വൺ എന്ന് പറഞ്ഞാൽ സിങ്ക്. തേർഡ് വൺ എന്ന് പറയുന്നത് സാലിസിലിക് ആസിഡ് ആണ്. അപ്പോൾ ഇതെന്ന് പറയുന്നത് നമ്മുടെ സ്കിന്നിന്റെ ഓയിലിനെ കൺട്രോൾ ചെയ്യുന്നു, അതുപോലെ തന്നെ സ്കിൻ ബ്രൈറ്റൻ ആക്കുന്നു. അത് മാത്രമല്ല സ്കിൻ എക്സ്പോയിലേറ്റ് ആകുന്നു. അതുപോലെ തന്നെ ബ്രേക്ക് ഔട്ടിനെ പ്രിവെന്റ് ചെയ്യാനായിട്ട് ഇത് ഹെൽപ്പ് ചെയ്യുന്നു എന്നുള്ളതാണ്. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഡ്രൈ സ്കിൻ ആണ്. ഡ്രൈ സ്കിന്നിന് യൂസ് ചെയ്യുന്നത് ഹൈലറോണിക് ആസിഡ്, സ്കോലൈൻ, പെപ്റ്റൈഡ്. ഇതെന്ന് പറയുന്നത് നമ്മുടെ സ്കിന്നിൽ നല്ലൊരു ഹൈഡ്രേഷൻ നിലനിർത്താനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നു. സ്കിന്നിലെ ബാരിയേഴ്സിന്റെ സ്ട്രെങ്തൻ വർദ്ധിപ്പിക്കാനും ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് ഈ സിറംസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ നെക്സ്റ്റ് സ്കിൻ എന്ന് പറഞ്ഞാൽ സെൻസിറ്റീവ് സ്കിൻ ആണ്. സെൻസിറ്റീവ് സ്കിന്നിന് നമുക്ക് യൂസ് ചെയ്യുന്ന നല്ലൊരു സിറം എന്ന് പറഞ്ഞാൽ വൈറ്റമിൻ സി സിറമാണ്. അത് മാത്രമല്ല സെൻഡല്ല, പിന്നെ അസറ്റിക് ആസിഡ്, ഇങ്ങനെയുള്ള കണ്ടന്റ് അടങ്ങിയിട്ടുള്ള സിറവും നമുക്ക് സെൻസിറ്റീവ് സ്കിന്നിന് ബെറ്റർ ആണ്. അത് നമ്മുടെ സ്കിന്നിൽ ഇറിറ്റേഷൻ ഉണ്ടാവുന്നതും ഇൻഫ്ലമേഷൻ ഉണ്ടാവുന്നതിനെയൊക്കെ തടയാനും അതുപോലെ തന്നെ സ്കിന്നിനെ കാം ഡൗൺ ചെയ്യാനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ് ഈ ഒരു സിറം എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള സിറം സെൻസിറ്റീവ് സ്കിന്നുകാർ വാങ്ങി യൂസ് ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. നെക്സ്റ്റ് എന്ന് പറയുന്നത് മെച്യൂർഡ് സ്കിന്നിന് യൂസ് ചെയ്യാൻ പറ്റിയ ഫേസ് സിറം ഏതൊക്കെയാണെന്നാണ്. അതിൽ ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ റെറ്റിനോൾ, വൈറ്റമിൻ സി, പെപ്റ്റൈഡ്, ഇതൊക്കെ നമുക്ക് മെച്യൂർഡ് ആയിട്ടുള്ള ഏജ് സ്കിന്നിന് യൂസ് ചെയ്യാൻ പറ്റിയ ഫേസ് സിറമാണ്. ഇത് നമ്മുടെ സ്കിന്നിലെ കൊളാജിനെ വർദ്ധിപ്പിക്കുകയും അതുപോലെ തന്നെ സ്കിന്നിന്റെ ഇലാസ്റ്റിസിറ്റി വർദ്ധിപ്പിക്കുകയും
അതുപോലെ തന്നെ നമ്മുടെ സ്കിന്നിലുണ്ടാകുന്ന ആൻറ്റി ഏജിങ് സ്പോട്സ് അതിനെയൊക്കെ ഫെയ്ഡ് ചെയ്യാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് ഈ ഒരു ഫേസ് സിറം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ലാസ്റ്റ് വൺ എന്ന് പറയുന്നത് ഹൈപ്പർ പിഗ്മെന്റ് ഉള്ളവർക്ക് യൂസ് ചെയ്യാൻ പറ്റിയ ഫേസ് സിറം ഏതൊക്കെയാണെന്നാണ്. അതിനായിട്ട് എല്ലാവർക്കും അറിയാം, നമ്മുടെ ഫേസിൽ ഹൈപ്പർ പിഗ്മെന്റേഷൻ വന്നു കഴിഞ്ഞാൽ ഇച്ചിരി പോകാനായിട്ട് ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഹൈപ്പർ പിഗ്മെന്റ് വരുമ്പോൾ തന്നെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ നമ്മൾ ഇങ്ങനെയുള്ള ഫേസ് സിറം യൂസ് ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഒന്ന് കോജിക്ക്, അതുപോലെ തന്നെ ആൽഫ അർബുട്ടിൻ, നിയാസിനമൈഡ്. ഈ സിറമാണ് നമ്മുടെ പിഗ്മെന്റിന് അല്ലെങ്കിൽ മെലാസ്മയൊക്കെ ഉള്ളവർക്ക് യൂസ് ചെയ്യാൻ പറ്റിയ ഫേസ് സിറം എന്ന് പറയുന്നത്. ഇതിപ്പോൾ നമ്മുടെ ഒരു ഏജ് കഴിയുമ്പോഴത്തേക്കും ഇതൊക്കെ സ്റ്റാർട്ട് ആകുന്നതിന് മുന്നേ തന്നെ നമ്മൾ ആ ഒരു സ്റ്റാർട്ടിങ് കാണുന്ന ടൈമിൽ ഇതൊക്കെ യൂസ് ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഡിഫറെൻറ്റ് സ്കിന്നിന് യൂസ് ചെയ്യുന്ന ഫേസ് സിറം ഏതൊക്കെയാണെന്നും ഡീപ്പായിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുകയാണ്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഇത് മറ്റുള്ളവർക്കും കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. കാരണം പലർക്കും ഇതിനെക്കുറിച്ച് അറിയാത്തവരുണ്ട്. അപ്പോൾ എന്തായാലും ഒന്ന് മറ്റുള്ളവർക്കും കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് മറ്റുള്ള അറിവിലേക്കും കൂടെ എത്തിക്കുക എന്നുള്ളതാണ്. അപ്പോൾ എന്തായാലും നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കൂടെ ഉണ്ടാവുക. അപ്പോൾ നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണും വരയ്ക്കും. ഓക്കെ, ബൈ, സീ യു.